മതപരമോ രാഷ്ട്രീയമോ ആയ കാര്യങ്ങളിൽ ഇനി അഭിപ്രായം പറയില്ലെന്ന് ഷാരൂഖ് ഖാൻ പറഞ്ഞിരിക്കുന്നു. അസഹിഷ്ണുതയ്ക്കെതിരായ തന്റെ പരാമർശങ്ങളുടെ ഭാഗമായി പുതിയ സിനിമ ദിൽവാലേക്ക് മികച്ച കളക്ഷൻ നേടാനായില്ലെന്നും ഷാരൂഖ് ഖാൻ പറഞ്ഞു. അതേസമയം ഗുലാം അലിയുടെ സംഗീതം പരിപാടിക്കായി ഗുലാം അലി നാളെ കേരളത്തിലെത്തും. ഗുലാം അലിയുടെ സംഗീത പരിപാടി നടത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഷാരൂഖ്. ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് ശിവസേന അഭിപ്രായപ്പെട്ടു. അതേസമയം ഗുലാം അലിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്ത് പിണറായി വിജയൻ രംഗത്ത് വന്നു. ചർച്ചയിൽ ഈ വിഷയം തന്നെ ഇന്ന് ചർച്ചയ്ക്കെടുക്കുമ്പോൾ ചർച്ചയിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ബി ഹരികുമാർ, ശിവസേന നേതാവ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് JR പത്മകുമാർ, A റഹീം CPM നേതാവ്, ഒപ്പം രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും. പത്മകുമാറിലേക്ക് ആദ്യം പോകുന്നു. ശ്രീ പത്മകുമാർ, ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലത്തെ വിവാദങ്ങൾക്ക് ശേഷം ഒരൊട്ടേറെ ആക്ഷേപങ്ങൾ ഷാരൂഖ് ഖാനെതിരെ ഉന്നയിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടു. അതിനുശേഷം ഇന്നിപ്പോൾ അസഹിഷ്ണുതയ്ക്കെതിരെ ഇനി താൻ മിണ്ടില്ല എന്ന ഒരു തുറന്നു പറച്ചിൽ, ഒരുപക്ഷെ ഭീഷണിയിലൂടെയും ആക്ഷേപങ്ങളിലൂടെയും ഒക്കെ തന്നെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നേരിട്ടതിൻ്റെ വിജയം ഒരുപക്ഷെ പരിവാർ സംഘടനകൾ BJP അടക്കം ഒരുപക്ഷെ അതിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ മൗനം തുടരുകയോ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിജയം കണ്ടു. എങ്ങനെ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ കഴിയും? അല്ല, നിങ്ങൾ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ആരെയും തെറ്റിദ്ധരുത്താൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഈ അഭിപ്രായത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞത് തെറ്റായിപ്പോയി. ഈ രാജ്യത്ത് അദ്ദേഹത്തെ വളരാനും അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രദർശിപ്പിക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുള്ളത് ഇവിടെ സഹിഷ്ണുത നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റബോധത്തിൽ നിന്ന് വന്നതാണ് ഇത്. അല്ലാതെ അദ്ദേഹത്തെ എതിർക്കാനോ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാതിരിക്കാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടില്ല. നല്ല സിനിമകൾ ഏത് മതത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നാലും കാണില്ല. ഇവിടെ നമ്മൾ ഒരു കാലത്ത് നസീറിൻ്റെ സിനിമ കണ്ടിട്ടില്ലേ? ഇന്ന് കേരളത്തിൽ മമ്മൂട്ടിയുടെ സിനിമ കാണുന്നില്ലേ? അതുപോലുള്ള പുതിയ നടന്മാരുടെ സിനിമകൾ കാണുന്നില്ലേ? ആർക്കെങ്കിലും അസഹിഷ്ണുതയുണ്ടോ? ഒരു അസഹിഷ്ണുതയില്ല. ഇപ്പോൾ ഷാരൂഖ് ഖാനുണ്ടായ അസഹിഷ്ണുത എന്താണെന്ന് അറിയാം. കഴിഞ്ഞ 2015 മെയ് മാസത്തിൽ തന്നെ അദ്ദേഹത്തിന് എൻഫോഴ്സ്മെൻറ്റ് നോട്ടീസ് കൊടുത്തു. അത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുത്തു. IPL-മായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു നോട്ടീസ് കൊടുത്ത് വന്നില്ല, 2 നോട്ടീസ് കൊടുത്ത് വന്നില്ല. 3ാമത്തെ നോട്ടീസാണ് നവംബർ മാസത്തിൽ. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നത്. ആ സമയത്താണ് അദ്ദേഹത്തിന് അസഹിഷ്ണുത തോന്നിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് കുറ്റം ഞാൻ ചെയ്ത് ശരിയായില്ല. ഒരു കാര്യം ഞാനൊന്ന് ഇടപെട്ടോട്ടെ ശ്രീ പത്മകുമാർ, എന്ത് കുറ്റബോധം തോന്നേണ്ട തരത്തിലുള്ള എന്ത് കാര്യമാണ് താങ്കൾ ഇപ്പോഴും ആവർത്തിക്കുന്നതനുസരിച്ച് ഷാരൂഖ് ഖാൻ മുന്നോട്ട് വെച്ച ഗുരുതരമായ പിഴവ് ഈ ഒരു അവസരത്തിലെങ്കിലും താങ്കൾ ഒന്ന് പരിശോധിച്ചാൽ? അല്ല, അദ്ദേഹമാണല്ലോ, അദ്ദേഹം അല്ലേ പറഞ്ഞത് എനിക്ക് അസഹിഷ്ണുതയുണ്ട്, ഈ രാജ്യത്ത് അസഹിഷ്ണുത ഉണ്ടെന്ന് പറഞ്ഞത്. അത് തെറ്റായിപ്പോയെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിന് കാരണം ഷാരൂഖ് ഖാൻ മാത്രമല്ലല്ലോ ഇന്ത്യയിൽ ജീവിക്കുന്ന കലാകാരന്മാർ, ഇന്ത്യയിൽ നിന്ന് പോയ ബംഗ്ലാദേശി എഴുത്തുകാർ പറഞ്ഞത് എന്തൊക്കെ ലോകത്തെവിടെ. അതായത് ഷാരൂഖ് ഖാനാണ് ഈ ഒരു വസ്തുത ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. മുന്നോട്ട് വെച്ചത് ഷാരൂഖ് ഖാനാണ് ആദ്യം. അദ്ദേഹം പറഞ്ഞ തെറ്റ് അദ്ദേഹം തന്നെ തിരുത്തി എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ചോദ്യം, ഇത് തുടങ്ങുന്നത് രാഷ്ട്രപതി മുന്നോട്ട് വെച്ച പ്രസ്താവന, രാജ്യത്ത് വ്യക്തമായ അസഹിഷ്ണുത നിലനിൽക്കുന്നുണ്ട്, ആ ഒരു വാചകത്തെ പിന്തുണയ്ക്കുകയായിരുന്നു ഷാരൂഖ് ഖാൻ ചെയ്ത്. അതിനപ്പുറത്തേക്ക് എന്ത് വാചകം രാഷ്ട്രപതി പറഞ്ഞത്? ഈ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും ഹിന്ദുവും മുസ്ലിമും എല്ലാവരും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞത് ഹിന്ദുക്കളെ മാത്രം നോക്കിയാണോ? എല്ലാവരോടും പറഞ്ഞത്. കാരണം അതിൽ പൊരുത്തക്കേടുകൾ ഇല്ലേ? ഒരുപക്ഷെ പത്മകുമാർ പറയുന്നത് വീണ്ടും, കാരണം ഷാരൂഖ് ഖാൻ ആണോ ഇത്തരത്തിൽ അസഹിഷ്ണുവാദം ഉയർത്തിയത്? ഷാരൂഖ് ഖാനിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മാത്രമല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എന്ത് സന്ദേശമാണ് ഇന്നിപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ നൽകുന്ന സൂചന? ഭാരതീയ ജനതാ പാർട്ടി അവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് അസഹിഷ്ണുത വർദ്ധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഈ രാജ്യത്തിനകത്തുള്ള എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അന്തർദേശീയ മാധ്യമങ്ങൾ അത് വളരെ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അന്തർദേശീയ സമൂഹം ഉൾപ്പെടെ ചർച്ച ചെയ്യുമ്പോൾ ഇത് മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അടിസ്ഥാനപരമായി തന്നെ RSS ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ്. അവർ കുറേ കാലമായി, അതൊരു ഭരണകാലത്ത് വന്നതിന് ശേഷമുള്ളൊരു കാലഘട്ടത്തെ മാത്രം നമ്മൾ എടുക്കേണ്ടതില്ല. RSS അവരുടെ പ്രവർത്തനം ആരംഭിച്ച കാലയളവ് മുതൽ തന്നെ അവരുടെ രാഷ്ട്രീയമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അവരുടെ രാഷ്ട്രീയം അപരവിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നു എന്ന് ഇവർ പറയുന്ന മുസ്ലിംസിനെതിരായിട്ടാണ്, ക്രിസ്ത്യൻസിനെതിരായിട്ടാണ്, കമ്മ്യൂണിസ്റ്റുകളെ അവർ ശത്രുപട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു. ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തുടർച്ചയായ ബൗദ്ധിക പ്രവർത്തനമാണ് ഇവർ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്, പതിറ്റാണ്ടുകളായി. അതിൻ്റെ ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടും പല സമൂഹത്തിൽ പല രൂപത്തിൽ അത് പ്രതിഫലിക്കുന്നു. അതാണ് ഇവിടെ കാണേണ്ടത്. അധികാരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി വന്നതോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഭരണകേന്ദ്രങ്ങളിലിരിക്കുന്നവർ പോലും പരസ്യമായി നടത്തിയ പല സ്റ്റേറ്റ്മെൻറ്റുകൾ, അവർ നടത്തിയ ആസൂത്രണങ്ങൾ, അങ്ങനെ വളരെ സംഘടിതമായി ഒരു കൊടുങ്കാറ്റ് പോലെ അസഹിഷ്ണുതയുടെ ഒരു വലിയ
പ്രശ്നം ഇന്ത്യ അഭിമുഖീകരിക്കാൻ തുടങ്ങിയത് ഈ കാലയളവിലാണ്. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത് ഭരണത്തിൽ നിന്ന് ബി ജെ പി ഇനി പോയാൽ BJP നാളെ ഭരണത്തിൽ നിന്നും പിന്മാറുന്നു, ഇത് അവസാനിക്കുമ്പോൾ BJP യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണം അത് BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഹൃദയമാണ്. അതാണ് അതിൻ്റെ പ്രധാനം. അതിൽ ഊന്നിന്നുകൊണ്ടാണ് BJP RSS യഥാർത്ഥത്തിലൂടെ സംഘപരിവാർ രാഷ്ട്രീയം വളർത്തുന്നത്. ഇതൊന്ന്. ഇവിടെ ഷാറൂഖ് ഖാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ JR പത്മകുമാർ എത്ര ബാലിശമായിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ സിനിമകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ വളരെ നിസ്സഹായതയോടുകൂടി ഷാറൂഖ് ഖാനെ പോലൊരാൾ ഈ രാജ്യത്ത് എത്രയോ പേർ, അത് ഷാറൂഖ് ഖാൻ മാത്രമാണോ, ഈ രാജ്യത്ത് വളരെ ആദരിക്കപ്പെടുന്ന എത്രയോ വളരെ പ്രതിഭാധനന്മാരായ ആൾക്കാർ, അത് ഷാറൂഖ് ഖാൻ ഈ പ്രസ്താവന അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമെന്ന് പറയേണ്ടി വന്നത് അദ്ദേഹം പറഞ്ഞു എൻഫോഴ്സ്മെൻറ്റ് വന്നപ്പോഴാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഇന്ന് വരെയുള്ള ചരിത്രത്തിലുണ്ടോ എത്രയോ പേരാണ് പുരസ്കാരങ്ങൾ തിരിച്ചു നൽകിയത്? എത്രയോ ശാസ്ത്രജ്ഞന്മാരുണ്ട് അക്കൂട്ടത്തിൽ. സാഹിത്യകാരന്മാരെ നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ കള്ളികളിൽ പെടുത്തി നിങ്ങളൊരു പക്ഷേ വയ്ക്കുമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ആ ആരോപണത്തെ മറികടത്തി ശാസ്ത്രജ്ഞന്മാർ കൊടുത്തില്ലേ എത്രയോ പേർ? ഇത് വളരെ ശക്തമായൊരു അഭിപ്രായ പ്രകടനം സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ അന്തർദേശീയ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് പോലും അത്തരം അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു നിരോധനങ്ങളുടെ രാഷ്ട്രമായി മാറുന്നു. ഇത് വളരെ ദയനീയമാണ്. യഥാർത്ഥത്തിൽ തൊട്ടപ്പുറത്ത് കാബൂൾ പോലെ, അഫ്ഗാനിസ്ഥാൻ പോലെ, ഇപ്പോൾ ബെന്യാമിൻ ഒരിക്കൽ അദ്ദേഹത്തിനൊരു അനുഭവം പറയുകയുണ്ടായി. അഫ്ഗാനിലൊരു ലിറ്റററി ഇവൻറ്റിൽ പോയപ്പോൾ അവിടുത്തെ ഒരു എഴുത്തുകാരി ബെന്യാമിനോട് പറഞ്ഞു, എൻ്റെ രാജ്യത്തും നിങ്ങളുടെ രാജ്യവും തമ്മിൽ ഇന്ന് വ്യത്യാസമില്ല. കാബൂളും അഫ്ഗാനിസ്ഥാനും എല്ലാം താലിബാനിസം നടപ്പിലാക്കുന്ന ജനാധിപത്യമില്ലാത്ത സഹിഷ്ണുതയില്ലാത്ത രാജ്യങ്ങൾ. ഇന്ത്യ യഥാർത്ഥ ഡെമോക്രാറ്റിക്. ശ്രീ ഹരികുമാർ ഒരുപക്ഷെ ചൂണ്ടിക്കാട്ടുന്നത് പ്രസക്തമായ ഭാഗമല്ലേ? കാരണം നിരോധനങ്ങളുടെ നാട് ഒരുപക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ അതിനെ ഫാസിസം എന്നാണ് പറയേണ്ടത്, മറ്റൊരു വാചകമില്ല. അതിൽ ഈ രീതിയിലോട്ട് മുന്നോട്ട് പോയി മഹത്തായ ഒരു ഇന്ത്യൻ സംസ്കാരം, ഭാരത സംസ്കാരം ഏത് രീതിയിലാണ് നിങ്ങൾ വാർത്തെടുക്കാൻ പോകുന്നത്? അല്ലല്ല, ഇത് ഒരു സാഹചര്യങ്ങളനുസരിച്ച് ഈ പറയുന്ന അസഹിഷ്ണുത എന്ന വാക്ക് ഇവിടെ ഓരോരുത്തരും ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ അസഹിഷ്ണുത എന്ന് പറയുന്ന ഇപ്പോൾ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞു. തസ്ലീമ നസ്രീൻ ഒരു എഴുത്തുകാരിയാണ്. അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഖനിച്ചപ്പോൾ അന്ന് ഇവിടുത്തെ ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ സർക്കാർ അന്ന് അവരുടെ നോവൽ നിരോധിച്ചു. അതുപോലെ സൽമാൻ റുഷീദിയുടെ പുസ്തകം അത് നിരോധിച്ചു. അപ്പോൾ അവരെയെല്ലാം ആ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം, അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അന്ന് ചോദ്യം ചെയ്യാതിരുന്നവരാണ് ഇന്ന് ചില ഘട്ടങ്ങളിൽ ചിലർക്ക് വേണ്ടി വാദിക്കുന്നത്. അപ്പോൾ പൊതുവായ ചില സമയങ്ങളിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ചില നിർവചനങ്ങൾ വരികയാണ്. ഞാനൊന്ന് ചോദിച്ചു, ഈ ഗുലാം അലിയുടെ കാര്യത്തിൽ നാളെ ഗുലാം അലി കേരളത്തിൽ എത്താൻ പോകുന്നു. ഗുലാം അലിയുടെ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, അവിടെ ഒരു പ്രത്യേക സാഹചര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചില ഘടകങ്ങളെ പ്രത്യേക സാഹചര്യങ്ങളുമായി ചേർത്ത് വായിക്കണമെന്ന്. എന്ത് സാഹചര്യമാണ് ഒരു ഗസൽ ഗായകൻ ഇവിടെ വന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ സമകാലിക സംഭവങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ വന്നൊരു പരിപാടി അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ നടത്തിയാൽ മാത്രം തകരുന്നതാണോ ഇന്ത്യൻ സംസ്കാരം, നിങ്ങൾ പറയുന്ന സംസ്കാരം? അല്ല, അത് സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ ശിവസേന നേരത്തെ തന്നെ ഉന്നയിച്ച കാര്യമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള തീവ്രവാദം അവസാനിപ്പിക്കുന്നിടത്തോളം കാലം പാകിസ്ഥാനുമായി കായിക ബന്ധങ്ങളൊന്നും വേണ്ട എന്ന നിലപാടാണ് ശിവസേന. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. നമ്മൾ ഇത്രയും കാലം ആക്രമിക്കപ്പെട്ടപ്പോൾ നമുക്ക് അതിനൊരു തിരിച്ചടി നൽകാൻ സാധിച്ചിട്ടില്ല. ആ സമയങ്ങളിലെല്ലാം നമ്മൾ പറയുന്നത്, നമ്മൾ പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയാണ്, ഈ പറയുന്ന പ്രതികളെ അവർക്ക് പാകിസ്ഥാനിൽ വിചാരണ നടത്തണം, ശിക്ഷിക്കണം. പക്ഷേ ഈ ഉറപ്പുകളൊന്നും ഇത്രയും കാലം വരെ പാലിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാനിലെ സാധാരണക്കാർക്കെതിരായി ഒരു ആക്രമണ പദ്ധതി അപ്പോൾ നമ്മുടെ ഒരു അവകാശമാണ് ഇത്തരത്തിലൊരു പാകിസ്ഥാനി നയം അല്ലെങ്കിൽ ഗവൺമെൻറ് പിന്തുണയോടുകൂടിയുള്ള ഈ തീവ്രവാദം നടത്തുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ളവരെ ബഹിഷ്കരിക്കുക എന്നൊരു നയം അല്ലെങ്കിൽ ഒരു സമര പരിപാടിക്കാണ് ഈ ഒരു നയം ഏത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും? കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഗുലാം അലിയെ പോലെയുള്ള ലോകമാദരിക്കുന്ന ഒരു ഗസൽ ഗായകനെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഏത് രീതിയിലുള്ള മറുപടി അത് എത്രത്തോളം യുക്തിക്ക് നിരക്കുന്നതാണ് ഒരുപക്ഷെ ശിവസേന അവകാശപ്പെടുന്ന രീതിയിൽ? ഇത് വിവരക്കേടാന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ ബാൽ താക്കറെ ഒരു വിവരം കെട്ടണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹം നല്ല അതേ ചിന്താധാരയൊക്കെ വ്യത്യാസമായിരിക്കും, പണ്ഡിതനായിരുന്നു, കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ജിന്നെ വലിയ പണ്ഡിതനും കാർട്ടൂണിസ്റ്റൊക്കെ ആയിരുന്നു. ഹിറ്റ്ലർ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല, വലിയ വിവരം ഉണ്ടായിരുന്നില്ല. അതുപോട്ടെ, ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും ഇതൊരു അതിര് കടന്ന ദേശീയ ബോധമാണ്. അതിര് കടന്ന ദേശീയത എപ്പോഴും ദേശീയതയ്ക്കെതിരാണ്. കാരണം യൂറോപ്പിലൊക്കെ 1-2 ലോക മഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയതും യൂറോപ്പിനെ തകർത്ത് അമേരിക്കയും സോവിയറ്റ് റഷ്യനെയും ലോകശക്തികളാക്കി മാറ്റിയതും അതിര് കടന്ന ദേശീയതയാണ്. ഏതിലും ദേശീയത ആരോപിക്കുക. പാകിസ്ഥാനുമായിട്ടുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശുമായിട്ടുള്ള അമേരിക്കയും ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ നമ്മൾ എലക്ട് ചെയ്തൊരു ഗവൺമെൻറ് ഉണ്ട്.
കേന്ദ്രത്തിൽ ആ എലക്ട് ചെയ്ത ഗവൺമെൻറ്റിൽ BJP ഉണ്ട്, അതുപോലെ തന്നെ ശിവസേനയുണ്ട്. നരേന്ദ്രമോദി നമുക്ക് എന്തൊക്കെ എതിരഭിപ്രായങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ രീതിയിൽ അവരുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തുന്നുണ്ട്, ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്, ആ ചർച്ചകളൊക്കെ നടക്കുന്നത്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ തരം എൻഗേജ്മെൻറ്റിലും ഇങ്ങനെ രാഷ്ട്രീയം കാണുന്നത് പിന്നെ യാതൊരു യുക്തിയുമില്ല. വേറെ ഒരു യുക്തി ഉണ്ട് താനും. ഇത് BJP-യെക്കാട്ടും വരുന്നത് ആ സംഘ് പരിവാറിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു നേരിട്ട് ബന്ധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോ സംഘടന അല്ല ശിവസേന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് BJP ഉണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്. ഇത്തരം സംഘടനകളെ സംഘവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇവരെക്കാട്ടും വലിയ ഹിന്ദുത്വവാദികളാണ്, ഞങ്ങളാണ് ശരിയായ വക്താക്കൾ എന്ന് കാണിക്കാൻ വേണ്ടി ഹരിച്ചേട്ടൻ്റെ പാർട്ടിക്കാർ ചെയ്യുന്ന ഒരു തന്ത്രമാണ്. പക്ഷേ ഇത് വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ അഭ്യാസമായിട്ട് വളരെ ലേൺഡ് ആയിട്ടുള്ള ആളുകൾ കാണും. എനിക്കിതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം ബാൽ താക്കറുടെ മകൻ്റെ മകൻ, ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരൻ, അവൻ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ബോംബെയിൽ ഫുൾ 24 മണിക്കൂർ ആ സിറ്റി വർക്ക് ചെയ്യണം, എന്നിട്ട് രാത്രി ലൈഫൊക്കെ അനുവദിക്കണമെന്നൊക്കെ വാദിക്കുന്ന ഒരു പോസ്റ്റ് മോഡേൺ ഔട്ട്ലുക്കുള്ള ചെറുപ്പക്കാരനാണ്. അവൻ്റെ സത്യത്തിൽ നമുക്ക് ശിവസേന ഐഡിയോളജിയെ വിമർശിക്കുമ്പോൾ അങ്ങനെയുള്ള ചില നേതാക്കന്മാരെ നമ്മൾ ഒരു പ്രതീക്ഷയോട് കൂടി കാണും, ഒരു പ്രത്യേക കോൺടെക്സ്റ്റ്. പക്ഷേ അവൻ്റെയൊക്കെ ലീഡർഷിപ്പ് ഉണ്ടായിട്ട് പോലും ഇത്തരം സമീപനങ്ങൾ എടുക്കുന്നത് ഒട്ടും തന്നെ ആശ്വാസകരമല്ല എന്നുള്ളത്. നിരഞ്ജൻ കുമാർ മരിച്ചു. ഇന്ന് 10 ദിവസം 11 ദിവസം കഴിയുന്നതിന് മുമ്പ് ഒരു പാകിസ്ഥാൻ ഗായകനെ ഇവിടെ എത്തിച്ച് ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിക്കേണ്ട ആവശ്യം ഈ കേരളത്തിലുണ്ടോ? അപ്പോൾ ആ ധീര രക്തസാക്ഷിയോടുള്ള അവഹേളനമാണ്. അതെന്തുകൊണ്ട് താങ്കൾ മനസ്സിലാക്കുന്നില്ല? അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയത്തിന് അതിൻ്റെതായ ഫ്രെയിംവർക്ക് ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഗണിക്കാനും പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനുമുള്ള അതിന് ദേശീയ പാർട്ടികൾ തന്നെ ഉണ്ടല്ലോ, അവർ രൂപീകരിച്ച ഗവൺമെന്റ്. അതിൽ ശിവസേനയുണ്ട്. ശിവസേന അത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമാക്കി കൊണ്ടുവരിക. അങ്ങനെയാണ് നരേന്ദ്രമോദിയോട് നിങ്ങൾക്ക് ഒരു അത് എൻഗേജ്മെന്റ് വേണ്ട, പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിക്കൂ. ഇത് ഇവിടെയുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടി ഇവിടെ തന്ത്രപരമായ മൗനം തുടരുന്ന ശ്രീ JR പത്മകുമാർ, ഒരുപക്ഷെ അദ്ദേഹത്തെ നിങ്ങളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ, കാരണം BJP ഞാൻ ഈ ഗുലാം അലിയുടെ കാര്യത്തിൽ പോലും മൗനം തുടരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്ന് വന്ന അസഹിഷ്ണുതയോട് പരിവാർ സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാടിൽ ഒരുപക്ഷെ ഒരു തന്ത്രപരമായ നിലപാട് മറുവശത്ത് സ്വീകരിക്കുകയും ചില സമയങ്ങളിൽ ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ പത്മകുമാറിന്റെ പാർട്ടിയുടെ ഒരു നിലപാട്, നാളെയാണ് ഗുലാം അലി വരാൻ പോകുന്നത്, സംഘപരിവാർ ശിവസേന നിങ്ങളുടെ ഘടകകക്ഷിയാണ്, അതും കൂടെ മനസ്സിൽ വെച്ചു. അല്ലല്ല, ഞങ്ങളെ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള സംഘടനയല്ല ശിവസേന. ശിവസേന ഞങ്ങളെ ഞങ്ങളുടെ സംഘടന NDA ഘടകകക്ഷിയാണ്. ആ സംഘടനയുടെ വ്യക്തമായ നിലപാടെടുക്കാനൊരു സ്വാതന്ത്ര്യമുണ്ട്. ഏത് വിഷയത്തെ സംബന്ധിച്ചും അവരുടെ കാഴ്ചപ്പാട് കുറച്ച് പറയാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങളുടെ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അഭിപ്രായം പറയാനുള്ള യോഗ്യതയുണ്ട്. ഇപ്പം നിലവിൽ പാകിസ്ഥാനിലെ ഗായകനോ മറ്റാർക്കോ വിസ നിഷേധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഗവൺമെൻറ് എടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വരാനും നടത്തുന്നതിനും എതിർപ്പില്ല. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. കാരണം ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അസഹിഷ്ണുതയ്ക്കെതിരെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രചരണം പരിപാടി നടത്തുന്നതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യം ഇടതുപക്ഷ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ റഹീം ഒരുപാട് പറഞ്ഞു. ഞാനത് ഒന്നും പറയില്ല. ഈ അടുത്ത കാലത്താണ് നിങ്ങൾ നിഷേധിച്ചാലില്ലെങ്കിലും ഈ കാബൂളിൻ്റെ കാര്യം പറഞ്ഞു. ചൈനയിൽ അവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് മീശ വെച്ചൊരു കാർട്ടൂൺ വരച്ചവന് 5 വർഷത്തേക്ക് ശേഷിച്ച് അകത്തിട്ടിട്ടുണ്ട്. കേരളത്തിലൊരു സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളിൻ്റെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടവന് എന്താണ് സ്ഥിതി എന്നുള്ള കാര്യം അറിയാം. ഒരു കേരളത്തിലൊരു പ്രമുഖമായ ചാനൽ പ്രവർത്തകനായ ഷാജഹാൻ ഒരു ജില്ലയിൽ നിന്ന് സംഘടനാ പ്രവർത്തനം പത്രപ്രവർത്തനം മതിയാക്കി നാടുവിടേണ്ടി വന്നു. പാർട്ടിയുടെ ഒത്തീർപ്പ് എന്താ? ഈ ജില്ലയിൽ നിന്ന് അയാളെ മാറ്റണം, റിപ്പോർട്ടറെ മാറ്റണം. അദ്ദേഹം ഇപ്പോൾ വേറെ ഏതോ ജില്ലയിലാണ്. ഇതൊക്കെ ഈ ആവിഷ്കാരം നമ്മൾ പറയുമ്പോൾ വളരെ പൊതിഞ്ഞ് തേനൊക്കെ ചേർത്ത് മധുരമൊക്കെ ചേർത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് പറയും. യാഥാർത്ഥ്യവുമായിട്ട് അടുക്കുമ്പോൾ ഇവരെല്ലാവരും എന്താണ് നിലപാടെടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സ്വന്തം അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഇദ്ദേഹം എങ്ങനെയാണ് ചന്ദ്രശേഖരൻ മരിച്ചത്? സ്വന്തം അദ്ദേഹത്തെ രാഷ്ട്രീയ അഭിപ്രായം നിലവിലുള്ള ഞാൻ പിന്തുടരുന്ന അഭിപ്രായം തെറ്റാണ്, എനിക്ക് പുതിയൊരു ആശയമുണ്ട്, ശരിയോ തെറ്റോ അത് വേറൊരു കാര്യം. എങ്ങനെയാണ് കേരളത്തിൽ മരിച്ചത്? അപ്പോൾ ഇതൊക്കെ എല്ലാ സ്ഥലത്തും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സൽമാൻ റഷീദ് 2013 ജയ്പൂർ നമ്മുടെ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്താ സ്ഥിതി? UPA ഗവൺമെൻറ്റാണ് അത് തീരുമാനിച്ചത്. എന്നിട്ട് ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ വലിയ ആവേശത്തിൽ കോൺഗ്രസ്സുകാർ വരുന്നുണ്ട്. വേറെ ഒന്നും വേണ്ട, ഈ ബംഗ്ലാദേശി എഴുത്തുകാർ ഈ തസ്ലീമ നസ്രീമിനെ കേരളത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഒരു പരിപാടി ഒന്ന് സംഘടിപ്പിച്ചു നോക്ക്. ഈ പറയുന്ന ഇതിലൊരു രാഷ്ട്രീയം പത്മകുമാർ പറയുന്നത് പോലെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണോ ഉള്ളത്? രാഷ്ട്രീയ ലക്ഷ്യം ഒരുപക്ഷെ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളും ഭയപ്പാടോടുകൂടി സ്വീകരിക്കാൻ മടിക്കുന്ന ഒരു ഘട്ടത്തിൽ MP രാജേഷിനെ പോലെ അല്ലെങ്കിൽ DYFI നേതാക്കന്മാരടക്കം വന്ന് ആദ്യം സ്വാഗതം ചെയ്തു. പാർലമെൻറ്റിൽ അദ്ദേഹം അടക്കം അതിൻ്റെ അത് സംബന്ധിച്ച വിശദീകരണം അടക്കം അദ്ദേഹം നൽകുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. ഇങ്ങനെ എടുത്ത ഒരു തീരുമാനത്തിൽ പത്മകുമാർ ആരോപിക്കപ്പെടുന്ന പോലെ രാഷ്ട്രീയം മാത്രമാണോ? രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് സഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ്.
ആ സഹിഷ്ണുത രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായിട്ടാണ് ഗുലാം അലി നാളെ കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. കേരളത്തിൻ്റെ പൊതു മനസ്സാകെ അവിടെ സ്വീകരിക്കുകയാണ്. അവിടെ ഗസൽ കേൾക്കാൻ വരുന്ന എല്ലാവരും മുസ്ലിങ്ങളാണ്. കേരളത്തിൻ്റെ സംഗീതത്തിന് ഇവിടെ നേരത്തെ ശ്രീ ഹരികുമാർ സൂചിപ്പിച്ചു, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സ്പോർട്സിൻ്റെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ തുടങ്ങുന്നതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? സ്പോർട്സിൻ്റെയും കലാരംഗത്തും സാംസ്കാരിക പ്രവർത്തനവും കൊണ്ട് അതിരുകൾ മാറ്റി കളയണം. അതിരുകൾക്കപ്പുറത്തുള്ള സഹവാസവും സൗഹൃദവും സാംസ്കാരികമായ വിനിമയവും നടക്കണം. ഇതാണല്ലോ യഥാർത്ഥത്തിൽ എല്ലാം തീർന്നിട്ട് വരികയല്ല, ഈ പ്രശ്നങ്ങൾ തീരുന്നതിൻ്റെ ഭാഗമായി കൂടിയാണിത്. ഇതിനകത്ത് വരുന്നത് ഗുലാം അലിയെ പോലെ വിശ്വോത്തരമായ ഒരു കലാകാരൻ. നേരത്തെ ഇവർ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിൽ വിവാദങ്ങളിൽ പെട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല ഇവർ. ഇതുപോലെ ഗുലാം അലിയെ പോലെ ഏറ്റവും ലോകമാദരിക്കുന്ന ഏറ്റവും പ്രമുഖനായ സംഗീതജ്ഞൻ. പക്ഷേ ഹരികുമാർ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ സാഹചര്യത്തിൽ വലിയൊരു മറുപടി പാകിസ്ഥാന് നൽകാൻ കഴിയുന്നത് ഈ പറയുന്ന ഗുലാം അലിയെ ഇന്ത്യയിലേക്ക് കയറ്റാതിരിക്കുക. അതിലെ ആ ഒരു യുക്തിയും അതിലേക്ക് ഞാൻ പറയുന്നത്, ശ്രീ ഫക്രുദ്ദീൻ ഇവിടെ സൂചിപ്പിച്ചൊരു വാചകമുണ്ട്, തീവ്രമായ ദേശീയത. RSS സംഘപരിവാർ രാഷ്ട്രീയവും ഇന്ത്യയിൽ പ്രത്യേകിച്ച് ശിവസേനയും എല്ലാം ഇന്ത്യയിൽ വളരുന്നതിൽ അവർ പ്രധാനമായും ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അത് ഹിന്ദുത്വ അജണ്ട മാത്രമല്ല, തീവ്ര ദേശീയതയാണ്. എത്ര വലിയ വൈരുദ്ധ്യമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചകളെല്ലാം ഈ തീവ്ര ദേശീയവാദം ഉയർത്തിപ്പിടിക്കുന്ന RSS ഇന്ത്യ ഭരിക്കുമ്പോഴാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരിക്കലേ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് BJP ഭരിക്കുമ്പോഴാണ്. ഇന്ത്യയിൽ കാർഗിലിൽ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി ഇന്ത്യൻ ജവാന്മാർ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത് ഇവർ ഭരിക്കുമ്പോഴാണ്. ഇവിടെ ഇതേ ശിവസേന പിന്താങ്ങുന്ന ഇതേ ഗവൺമെൻറ് ഇതേ കാലയളവ് ഗുലാം അലിക്കെതിരെ ഇവരുടെ പോസ്റ്റർ എടുത്തെടുത്തുമ്പോൾ ടി വിയിൽ വന്നിരുന്ന് പ്രസംഗിക്കുമ്പോൾ ഇതേ ആൾക്കാർ ഇപ്പോൾ പിന്തുണ കൊടുക്കുന്ന ഈ ഗവൺമെൻറ് കീഴിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ പത്താൻകോട്ടിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ വീഴ്ചകളിലൊന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വലിയ സുരക്ഷാ വീഴ്ച. ഇന്നും അവിടെ ഒരു ജവാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വെച്ചത്. യഥാർത്ഥത്തിൽ തീവ്രദേശീയത ഇവർ പറയുന്നതും ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഇംപ്ലിക്കേഷനും തമ്മിൽ ഒരു ബന്ധമില്ല. എന്തെങ്കിലും ബന്ധമുണ്ട്? ഈ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളും ഗവൺമെൻറ് സമീപനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? ഒരു ബന്ധമില്ല. പകരം ഈ തീവ്രദേശീയത പറഞ്ഞ് ജനങ്ങളെ വളരെയധികം ഈ ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെ ജനങ്ങളെ ഭ്രാന്തിളക്കി വിടുക, അത് കേരളം പോലൊരു സൊസൈറ്റിയിൽ നടക്കില്ല. കാരണം കേരളം കുറേ കൂടി ഫോർവേഡഡ് ആണ്, കേരളം എഡ്യൂക്കേറ്റഡ് ആണ്. ഇദ്ദേഹം പറഞ്ഞല്ലോ എന്തുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. കേരളത്തിൽ ഇവർ ക്ഷണിക്കപ്പെടുകയും കേരളം ഇവർ സ്വീകരിക്കാൻ പോകുന്നത് നാളെ ഏറ്റവും വലിയ വിജയമായി ഞാൻ ശ്രീ പത്മകുമാറിലേക്ക് വീണ്ടും പോകണം. കാരണം നയം വ്യക്തമാക്കണം താങ്കൾ. പ്രത്യേകിച്ച് നാളെ എന്തായാലും ഒരു പ്രതിഷേധം രൂപപ്പെടുമ്പോൾ വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങളടക്കം എന്തായാലും ശിവസേന നടത്തുന്ന പ്രതിഷേധത്തെ ഉയർത്തിക്കാട്ടും. അവിടെ BJP ഇത് നിലപാട് സ്വീകരിക്കും. അത് വളരെ വ്യക്തമായിട്ട് BJPയുടെ കേന്ദ്ര നേതൃത്വം ഇത് ഇവിടെ മാത്രമുള്ള പ്രശ്നമല്ലല്ലോ. ബോംബെയിൽ ഇദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് BJP നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വിസ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ഇന്ത്യയിൽ എവിടെ വേണോ സഞ്ചരിക്കാനും. തിരുവനന്തപുരത്ത് വരുന്ന പരിപാടിയിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും കോഴിക്കോടും വന്ന് നടക്കുന്ന പരിപാടിയിൽ ശിവസേന ഉയർത്തുന്ന പ്രതിഷേധത്തോട് എന്തായിരിക്കും BJPയുടെ നിലപാട്? ശിവസേന ഞാൻ പറഞ്ഞ രണ്ട് പാർട്ടിയാണ്, അവർക്ക് പ്രതിഷേധം. ഞങ്ങൾക്ക് അതിൽ പ്രതിഷേധമില്ല. അത് വളരെ വ്യക്തമായിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വിസ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം ഇന്ത്യയിൽ വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് നടത്തിക്കാനുള്ള നടപടി എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നടത്താം. പക്ഷേ ശിവസേനയ്ക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്, അതിൽ യാതൊരു തെറ്റുമില്ല. അതെന്താ പറയാൻ തെറ്റ്? അവരൊരു രാഷ്ട്രീയ സംഘടനയാണ്, അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്, ഞങ്ങൾക്ക് അതിനെ എതിർക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. ശിവസേനയ്ക്കുണ്ട്, ഇവരുടെ നേതാവായ സ്വാതി പ്രാഞ്ചിക്കുണ്ട്, ഇവരുടെ ഈ പറയുന്ന നേതാക്കന്മാർക്കെല്ലാം ആദിത്യനാഥിനുണ്ട്, VK സിംഗിനുണ്ട്, ഇവർക്കെല്ലാം ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇന്ത്യയിലെ അസഹിഷ്ണുതയുടെ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും തീവ്രമായ തുടർച്ചയായി വിവാദ പരാമർശങ്ങൾ നടത്തിയ ആൾക്കാരുടെ പേരാണ് ഞാൻ ഈ പരാമർശിച്ചത്. എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തു, ശക്തമായ നിലപാടൊന്നും എടുത്തില്ല. അതേ കാലയളവിൽ തന്നെയാണ് കീർത്തി ആസാദിൻ്റെ വിഷയം വരുന്നത്. കീർത്തി ആസാദ് MP ആണ്. കീർത്തി ആസാദും ഇതേ സ്റ്റാറ്റസുള്ള ആളാണ്. കീർത്തി ആസാദിനേക്കാൾ ഗുരുതരമായ പ്രശ്നം ഇന്ത്യയെ സംബന്ധിച്ച് ഉയർത്തിയത് കീർത്തി ആസാദ് അല്ല. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയ ജനങ്ങളുടെ മുമ്പിലുള്ള പോലും പറയേണ്ടി വന്നൊരു സാഹചര്യം താങ്കൾ വിസ്മരിക്കരുത്. ഇവിടെ വന്നതെന്നറിയാമോ, ഇദ്ദേഹം പറഞ്ഞല്ലോ ശിവസേനയ്ക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശിവസേനയ്ക്ക് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ മിണ്ടാതിരിക്കും, ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ മുഖം മൂടി ഇങ്ങനെ അണിഞ്ഞിരിക്കും. ശിവസേന പറഞ്ഞോ, പരിവാർ സംഘടനകളുടെ പേരിൽ ആര് വേണോ പറഞ്ഞോ, വേണ്ട. BJPയുടെ തന്നെ MP മാർ, ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കന്മാർ, അവർ ഏറ്റവും കണിശമായ വാക്കുകൊണ്ട് ആക്രമിച്ചോ. എന്തൊക്കെയാണ് ഈ സ്വാതി പ്രാഞ്ചി വിളിച്ചു പറഞ്ഞത്?
യോഗി ആദിത്യനാഥ് വിളിച്ചു പറഞ്ഞേ? VK സിംഗിന്റെ നിലപാടെന്തായിരുന്നു ദളിത് വിരുദ്ധ പരാമർശം? നിങ്ങൾ നോക്കൂ, ഈ വിഷയത്തിൽ കീർത്തി ആസാദിനെതിരെ എടുത്ത സമീപനം എന്തുകൊണ്ടെടുത്തില്ല BJP? അപ്പോൾ BJP യഥാർത്ഥത്തിൽ ഒളിച്ചുകളി നടക്കാണ്. ശ്രീ ഹരികുമാർ, അവിടെ BJPയുടെ പിന്തുണ കൂടി ലഭിച്ചുകൊണ്ടാണ് നാളത്തെ പ്രതിഷേധം. അത് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു, അസഹിഷ്ണുതയുടെയും സഹിഷ്ണുതയുടെയും കാര്യം. ഞാൻ ചോദിക്കുന്നു ശ്രീ റഹീമിനോട്, ശ്രീ ഗുലാം അലിയെ കേരളത്തിലേക്ക് ആനയിക്കുന്നത് നിങ്ങൾ സംഘാടകർ ഇപ്പോൾ CPM സ്വീകരിക്കുകയാണ്. എത്ര ലക്ഷം രൂപ പ്രതിഫലം നൽകിയാണ് അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ വ്യക്തമാക്കണം. 28 or 30 ലക്ഷം രൂപ മുടക്കി അദ്ദേഹത്തിന് അത്രയും തുക പ്രതിഫലമായി നൽകിക്കൊണ്ടാണ് ആ ഗായകനെ കൊണ്ടുവരുന്നത്. ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികനായ BD രാജപ്പനെ പോലുള്ള കലാകാരന്മാർ ഈ കേരളത്തിലുണ്ട്. സ്വരലെ പോലുള്ള സംഘടനകൾ എന്തുകൊണ്ട് ആ കലാകാരന്മാർക്ക് അവർക്ക് വേണ്ടി ഈ പണം അവരെ സഹായിക്കുവാൻ വേണ്ടി വിനിയോഗിക്കുന്നില്ല? നിങ്ങൾ എന്തിന് പാകിസ്ഥാനിൽ നിന്ന് ഈ പണം നാളെ തീവ്രവാദത്തിന് വേണ്ടി വിനിയോഗിക്കില്ല എന്ന് ശ്രീ ഹരികുമാർ, ഒരുപക്ഷെ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ആ ഉത്തരം കിടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ കൂടി ശ്രീ എത്ര ലക്ഷം രൂപയ്ക്കാണ് സൗജന്യമായി ഒന്ന് പാടുകയാണോ? എത്ര ലക്ഷം പോകുമ്പോൾ BJP എടുക്കുന്ന വളരെ തന്ത്രപരമായ നിലപാട് അത് ഈ ഘട്ടത്തിലെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? ഇവിടെ ഒരുപക്ഷെ ഷാരൂഖ് ഖാന്റെ വിഷയമാണെങ്കിൽ കൂടിയും അവിടെ BJPയുടെ ചില നേതാക്കന്മാർ വന്ന് തിരുത്തുന്നു. അതേസമയം തന്നെ പരിവാറിന്റെ പ്രമുഖ നേതാക്കന്മാർ VHPയുടെ സദീപ് റാജി അടക്കം, യോഗി ആദിത്യനാഥ് അടക്കം, BJPയുടെ MPമാരടക്കം ഇങ്ങനെ ചില ആളുകളെ മുന്നോട്ടിറക്കി വളരെ ഒരു ഇരട്ടത്താപ്പാണ് ഒരുപക്ഷെ സ്വീകരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്ന ഗുലാം അലിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശിവസേന ഉയർത്തിവിടുന്ന പ്രതിഷേധത്തിൽ ഇന്നിപ്പോൾ പത്മകുമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മുഖവിലേക്ക് എടുക്കാനാണ് കഴിയുമെങ്കിലും ഇതിലെ ഒരു ഇരട്ടത്താപ്പ് പ്രകടമാവുകയാണ്. അല്ല, ഇരട്ടത്താപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ BJP ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ മോഡി ഗവൺമെൻറ് തന്നെയാണ്. കാരണം കേവല ഭൂരിപക്ഷം ഉണ്ടല്ലോ. BJP ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക നിലപാട് പാകിസ്ഥാനാണെങ്കിലും മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്നത്. ഞാൻ ഈ പാകിസ്ഥാനാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ എൻ്റെ പേരോ കാര്യം കണക്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു കളയും. അപ്പം പാകിസ്ഥാനാണെങ്കിൽ ചൈന ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഒക്കെ തന്നെ ഈ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു ഔദ്യോഗിക നിലപാടുണ്ട്. അപ്പോൾ ആ ഔദ്യോഗിക നിലപാട് BJPയുടെ നിലപാട് തന്നെ BJPയുടെ നിലപാടാണല്ലോ BJP ഗവൺമെൻറ് നടപ്പിലാക്കുക. സ്വാഭാവികമായിട്ട് ഈ നിലപാടിനെതിരായിട്ട് ഇങ്ങനെ സമീപനം കൊണ്ടുവരുമ്പോൾ ശിവസേനയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇത് പാടില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് BJPക്ക് പറ്റുന്നില്ല? ഇവിടെ പപ്പൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ശിവസേനയ്ക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറയില്ല, അഭിപ്രായം പറയണം, പ്രതിഷേധിക്കണം. അപ്പം ഞാൻ പറഞ്ഞത് ഫ്രാൻസ് ലോകത്തിലുള്ള ഇങ്ങനെയുള്ള ഈ പ്രബുദ്ധമായിട്ടുള്ള ഏറ്റവും പ്രബുദ്ധമായ പ്രദേശമാണ്. ഈ പറഞ്ഞ പലരും കലാകാരന്മാരെല്ലാവരും സ്വീകരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരുപക്ഷെ അൾജീരിയയിൽ നിന്ന് വരുന്ന ആളുകളെ, അതുപോലെ തന്നെ അവിടെയുള്ള ഫ്രഞ്ച് നാഷണലിസ്റ്റ് പാർട്ടി ഉണ്ട്, മേരി ലീപ്പനിൻ്റെ, അവരുടെ പാർട്ടി ഇങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ താലിബാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ വരുമ്പോൾ അവർ പ്രതികരിക്കാറുണ്ട്. ഇവരെ കരിയോയിൽ വയ്ക്കുന്നല്ല, അവർക്ക് വിവരമുണ്ട്, അവരെന്ത് ചെയ്യും? അവർ പ്രതിഷേധിക്കുന്നു, ഗാന്ധിയൻ മാർഗത്ത് പ്രതിഷേധിക്കും. അവർ തീവ്ര നാഷണലിസ്റ്റുകളാണ്. ആ രീതി കാരണം അവരങ്ങനെ പ്രതികരിക്കാൻ കാരണം എന്താ? അവർ എക്സ്ട്രീമായിട്ട് പ്രതികരിച്ചതിൻ്റെ ദൂഷ്യം അനുഭവിച്ച ഒരു രാജ്യമാണ്. 1-2 ലോക മഹായുദ്ധങ്ങൾ തോറ്റമ്പി അവസാനം ജയിച്ചു. പക്ഷേ അത് സമ്പദ് വ്യവസ്ഥ തകർന്നു. ആ രാജ്യത്തിൻ്റെ ചരിത്രം അവർക്ക് അറിയുന്നതുകൊണ്ട് അവിടുത്തെ എക്സ്ട്രീമിസ്റ്റുകൾ പോലും ഇങ്ങനെ പ്രതികരിക്കാറില്ല. അത് നമുക്കൊരു പാഠമാണ്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ രീതിയിൽ പ്രതികരിക്കുക, ആ രീതിയിൽ അല്ലല്ലോ പ്രതികരിക്കുന്നത്. കയ്യെ വയ്ക്കുക, മറ്റേ വയ്ക്കുക, മറക്കുക, ഗാർഡിയൻ ലേഖനം ചെയ്ത് ഇന്ത്യയിലെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുക. ഇന്ത്യയിൽ എങ്ങനെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുമ്പോൾ BJP കാര്യമായിട്ടൊന്നും ഇടപെടുന്നില്ല. ഇവിടെയാണ് BJP ഒരു മൗന സമ്മതം നൽകുന്നുണ്ടോ എന്നുള്ള സംശയം നമുക്കുണ്ടാകുന്നത്. ഈ സംശയം വെറും ഒരു സംശയം മാത്രമായിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ പത്മകുമാർ, അവിടെ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നതിൻ്റെ കാര്യം, ഗുലാം അലിയുടെ വിഷയം എന്തായാലും അത് സമകാലിക സാഹചര്യവുമായി ചേർത്ത് വയ്ക്കുക. പത്താൻകോട്ട് ഭീകരാക്രമണം അടക്കം നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഹരികുമാർ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായ ഒരു സന്ദേശം പാകിസ്ഥാന് നൽകാൻ വേണ്ടിയാണ് എന്തായാലും ശിവസേന മുന്നോട്ട് വരുന്നത്. നയതന്ത്ര തലത്തിലടക്കം സെക്രട്ടറി തല ചർച്ചകൾ എന്തായാലും 2-3 ദിവസത്തിനകം നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോൾ ഒരു വ്യക്തമായൊരു മെസ്സേജ് ഏത് രീതിയിലായിരിക്കും ഒരു പക്ഷേ ഗുലാം അലിയെ പോലെയുള്ള ഒരാൾ ഇവിടെ വന്ന് നടത്തുന്ന സംഗീത പരിപാടിയോട് അറിയിക്കുക? ഏതായാലും ഇത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് വ്യക്തമായൊരു മറുപടിയിലേക്ക് പോയാൽ അല്ല, അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടുണ്ടല്ലോ. ഗവൺമെൻറ്റിൻ്റെ നിലപാട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരാൾ പാകിസ്ഥാനിൽ നിന്ന് ഇവിടുന്ന് പാടുന്നത് എതിരാണെങ്കിൽ വിസ കൊടുക്കില്ല. ഇപ്പോൾ വിസ കൊടുത്തിട്ടുണ്ട്. അവിടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇദ്ദേഹം എടുക്കുകയാണെങ്കിൽ വിസ കൊടുക്കില്ല. അപ്പോൾ അതല്ലല്ലോ ഗവൺമെൻറ് നിലപാട്. ഫ്രീ ആയിട്ട് അത് വിസ ഉണ്ട്, അതനുസരിച്ച് വന്ന് പാടാം. ഇതിൽ രാഷ്ട്രീയം കാണേണ്ട. പക്ഷേ അത് അനുവദിക്കുകയും അതേസമയം ശിവസേനയുടെ പ്രതിഷേധത്തെ തള്ളുന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ LDFന്റെ നേതൃത്വത്തിൽ CPI എടുക്കുന്ന നിലപാട് എന്താ? ചില സമയത്ത് അല്ല, ഞാനത് പോട്ടെ, LDF ഒരു വിഷയമാക്കണ്ട. CPI എടുക്കുന്ന നിലപാട് ഓരോ വിഷയത്തിൽ എടുത്തിട്ടുള്ള ഈ അടുത്ത കാലത്ത് എത്ര വിഷയത്തിൽ വ്യത്യസ്തമായ
തീരുമാനം എടുത്തിട്ടുണ്ട്, നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഈ റഹീമിന്റെ നാട്ടിൽ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ CPI ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. എൽ ഡി എഫ് ഐക്യമാണ്, അല്ലല്ല LDF ഐക്യമാണ് വലിയ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, LDF ഐക്യമാണ്, കമ്മ്യൂണിസ്റ്റ് നമ്മളെ സമത്വ സുന്ദര ലോകമാണ് വരണമെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് ഇരിക്കണ്ടേ. അപ്പം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾ പൊതു കാര്യങ്ങളിൽ യോജിച്ചിരിക്കും. അത് തന്നെയാണ് ശിവസേനയും ഞങ്ങളും തമ്മിലുള്ളത്. പിന്നെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞ് ഈ പ്രചരിപ്പിച്ചിട്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യം ശ്രീ പത്മകുമാർ മനസ്സിലാക്കുന്നുണ്ട്. ഈ പറയുന്ന ഷാരൂഖ് ഖാനെ കൂടാതെ 40-60 പേര് പുരസ്കാരങ്ങൾ, ദേശീയ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകിയ സാഹചര്യം. അത് മാത്രമല്ല, രാഷ്ട്രപതിക്കടക്കം പറയേണ്ടി വന്നിരിക്കുന്നു. നിങ്ങളുടെ മുതിർന്ന നേതാവ് LK അദ്വാനിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു പരോക്ഷമായി. അപ്പോൾ ഈ പറയുന്ന വ്യക്തിയിലേക്ക്, ഷാരൂഖ് ഖാനിലേക്ക് മാത്രം എന്തുകൊണ്ട് സച്ചിദാനന്ദനെ പോലെ ഒരാള് കഴിഞ്ഞ 10-12 വർഷമായിട്ട് മോഡിക്കെതിരെ ശൂലം, ഗർഭപാത്രം, ഗർഭസ്ഥ ശിശു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥകൾ എഴുതി പറഞ്ഞിട്ടും ആളുകൾ വിശ്വസിക്കാതെ വരുമ്പോൾ സത്യത്തിൽ ആരായാലും കൊതിച്ചു പോകുന്നു രാജിവെക്കാനും കിട്ടിയ കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാനും. കാര്യം ഇവർക്ക് കിട്ടിയെന്നുള്ള കാര്യം ഈ ലോകത്ത് ഇപ്പോൾ ഉള്ള ജനറേഷൻ അറിയില്ല. അപ്പോൾ ഇങ്ങനെ കൊടുത്തെങ്കിലും പേര് വരട്ടെ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ കടപ്പുറത്ത് കാറ്റ് കൊണ്ടിരുന്ന 8 എണ്ണത്തിനെ വെട്ടിക്കൊന്നു, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആരും പുരസ്കാരം തിരിച്ചു കൊടുത്തില്ല, ആരും കൊടുത്തില്ല. ക്ലാസ്സിൽ, ലോകത്തെ ചരിത്രത്തിലുള്ള ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനെ ക്ലാസ്സിൽ കയറി വെട്ടിക്കൊന്നു, കുട്ടികളുടെ കുപ്പായത്തിലും 6 മാസം വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നടത്തി, ആർക്കും ഒരു അസഹിഷ്ണുത തോന്നിയില്ല, ഒരു പുരസ്കാരവും കൊടുത്തിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 51 വെട്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൊന്നു, ആർക്കും പുരസ്കാരം തിരിച്ചു കൊടുത്തില്ല, ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാലും ഇതുപോലെ എണ്ണി പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിൽ ഇപ്പോൾ ഉള്ള ഈ വെപ്രാളത്തിലും അസഹിഷ്ണുതയിലും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് മതപരമായ ഒരു ഛായ നൽകുന്നതിന് വേണ്ടി ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അപകടകരമായ ഒരു നിലപാടാണ്. റഹീമിലേക്ക് പോകും. റഹീം, ഒരുപക്ഷെ പത്മകുമാർ ഒട്ടേറെ കാര്യങ്ങൾ നിരത്തുകയുണ്ടായി. അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹരികുമാറും ചില കാര്യങ്ങൾ പറഞ്ഞു. ബഹുസ്വരത എന്ന ഒരു വാചകം ഒരുപക്ഷെ ആ വീടിനെ പോലും ഇല്ലാതാക്കി മാറ്റി ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്തായാലും ഷാരൂഖ് ഖാൻ്റെ സംഭവം എന്തായാലും ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല. അമീർ ഖാൻ്റെ കാര്യത്തിലായാലും സൽമാൻ ഖാൻ്റെ കാര്യത്തിലായാലും എന്തായാലും ആ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. ഒരു ന്യൂനപക്ഷ വിഭാഗം ആയതുകൊണ്ടൊരു വേട്ടയാടപ്പെടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണോ? ഏത് രീതിയിലാണ് ഇക്കാര്യത്തെ പൂർണ്ണമായും നമ്മൾക്ക് ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഞാൻ അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ ശ്രീ JR പത്മകുമാർ എത്ര ബാലിശമായ കാര്യമാണ് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇവിടെ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ, രാഷ്ട്രീയമായി എന്തെല്ലാം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് സംസാരിക്കേണ്ട വേദിയാണോ ഇത്? ഞാൻ പറയാം, എണ്ണി പറയാം. ശ്രീ JR പത്മകുമാർ, നിങ്ങളെന്തിനായിരുന്നു PJ രാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊല്ലാൻ ആളയച്ചത്? വെട്ടിക്കൊന്ന് റെഡിയാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ വിട്ടത്? EPJ രാജനെ കേരള ചരിത്രത്തിൽ വെടിവെച്ച് കൊല്ലാൻ പരിപാടി ഇട്ട് വിടുമ്പോൾ കോൺഗ്രസിനൊപ്പം ചേർന്ന ആൾക്കാരല്ലേ നിങ്ങൾ? എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? MLA-മാരായിരുന്ന ആൾക്കാരെ, ഇവിടെ ജനപ്രതിനിധികളായിരുന്ന ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമുള്ള ആൾക്കാരെ കൊല്ലാൻ ശ്രമിച്ച, കൊലപാതകം നടത്തിയ ആ RSSൻ്റെ കേരളത്തിൽ അങ്ങനെയും നിങ്ങൾ വെള്ളപൂശാൻ നോക്കണ്ട. ഇവിടെ നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുമായി ഇപ്പോൾ നടക്കുന്ന ഈ അസഹിഷ്ണുത പ്രശ്നം നിങ്ങൾ ചെറുതാക്കി കാണിക്കേണ്ട. അങ്ങനെ നിങ്ങൾ TV ചർച്ചകളിൽ വന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ത്യൻ ജനത അങ്ങനെ നിങ്ങളെ കാണാനും മനസ്സിലാക്കാനും പോകുന്നില്ല. ഇതിന് വേറൊരു തലമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇന്ത്യയിൽ അഭിപ്രായ പ്രകടനത്തിലുള്ള അധികാരം BJP ഗവൺമെൻറ് വരുമ്പോൾ കിട്ടേണ്ട ഔദാര്യമൊന്നുമല്ല. വളരെ കൃത്യമായി ഇന്ത്യൻ ഭരണഘടന പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കൊടുക്കാൻ മനസ്സില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. ഇവിടെ അസഹിഷ്ണുതയാണ് നിങ്ങൾ ഉയർന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ സച്ചിദാനന്ദൻ അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ചെല്ലാം വളരെ മോശമായി, താങ്കളെപ്പോൾ ഒരാൾ വന്നിരുന്ന BJPയുടെ ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്ന ആൾ ഇങ്ങനെയാണോ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, സെല്ലുലാർ ആൻഡ് മോളിക്യൂൾ ബയോളജിയുടെ സ്ഥാപകനായ PM ഭാർഗവ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുന്നത്? സച്ചിദാനന്ദൻ ഈ പറയുന്ന പോലെ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയം, ഓരോ എഴുത്തുകാരനും സാഹിത്യകാരനും രാഷ്ട്രീയം ഉണ്ടാകും, അത് നിലപാടുകളുണ്ടാകും. അവർ ഇടതുപക്ഷാനുകൂലമായ നിലപാടോ ഒരുപക്ഷെ വിരുദ്ധമായ നിലപാടോ, അവരുടെ നിലപാടുകൾ വേറെ. എഴുത്തുകാരൻ രാഷ്ട്രീയ നിലപാട് സ്വാഭാവികമായും പ്രകടിപ്പിക്കുമല്ലോ, കലാകാരൻ പ്രകടിപ്പിക്കുമല്ലോ. അതേപോലെയാണോ ഈ ശാസ്ത്രജ്ഞൻ? അങ്ങനെയുള്ള പട്ടികയിൽപ്പെടുത്താവുന്ന എത്രയോ പേർ. നിങ്ങളൊരു സച്ചിദാനന്ദൻ്റെ പേരിൽ മാത്രമേ എന്തേ ഒതുക്കിക്കളഞ്ഞു? ഈ രാജ്യത്ത്, ഞാനതല്ലേ പറഞ്ഞത്, BBC-ക്ക് എന്ത് രാഷ്ട്രീയമുള്ളത്? ഇവിടെ ദേശാഭിമാനിയല്ലല്ലോ എഴുതിയത്. ഈ രാജ്യത്തെ CNN, IBN അവരുടെ പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് എടുത്തില്ലേ? എത്ര തവണ എടുത്തു? ടൈംസ് നൗ എടുത്തില്ലേ? എത്ര ചർച്ച എടുത്തു? കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നിങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ഉയർത്തുന്നതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ തുടർച്ചയായി എടുക്കുന്നു ഈ കാര്യങ്ങൾ? അന്തർദേശീയ സമൂഹം ചർച്ച ചെയ്യുന്നു.
ഇത് ഇന്ത്യയിൽ നിങ്ങൾ എത്ര മൂടി വെച്ചാലും ഒരു സംശയവും വേണ്ട, ഇന്ത്യയിൽ നിങ്ങൾ BJP കുറേ കാലമായി ഭ്രാന്തമായി ജനിപ്പിച്ചു വിട്ട തീവ്രദേശീയത, ഭ്രാന്തമായി ജനിപ്പിച്ചു വിട്ട തീവ്രവർഗീയത അത് ആളിക്കത്തുകയാണെന്ന്. അതിന് കൃത്യമായ സംരക്ഷണം കൊടുക്കാൻ നിങ്ങളുടെ ഗവൺമെൻറ് കഴിയുന്നു. ഗവൺമെൻറ് വളരെ കൃത്യമായ മെസ്സേജ് കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഇത്രയധികം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗുലാം അലിയുടെ പ്രശ്നത്തിൽ ഗുലാം അലിയെ പോലെ നിങ്ങളുടെ ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ് വിസ കൊടുത്തു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഗുലാം അലി, ആ ഗുലാം അലിയെ സംബന്ധിച്ച് ഒരു ഘടകകക്ഷി ഇത്രയും നിലപാട് കർക്കശമാക്കി സ്വീകരിക്കുമ്പോൾ എന്തേ നരേന്ദ്രമോദി മിണ്ടുന്നില്ല? എന്തേ അമിത്ഷാ മിണ്ടുന്നില്ല? അവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ്, വളരെ കൃത്യമായ ഇരട്ടത്താപ്പ്. ദേ കേരളത്തിലേക്ക് വരുന്നു. കുമ്മനം രാജശേഖരൻ എന്തേ നിലപാടെടുത്തില്ല? ശിവസേനയുടെ നിലപാടിനെ തള്ളിപ്പറ. BJP തയ്യാറാണോ? കുമ്മനം രാജശേഖരൻ ഈ പറയുന്ന മുഴുവൻ പുരോഹിതരുടെയും മുമ്പിലേക്ക് പോകുന്നുണ്ടല്ലോ, വേറൊരു മുഖം എടുത്തണിയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇവിടെ BJP ഒരു സംശയവും വേണ്ട, BJP അസഹിഷ്ണുതയെ പോറ്റി വളർത്തുകയാണ്. നിങ്ങൾ പെറ്റതാണിത്, നിങ്ങൾ പ്രസവിച്ചതിനെ നിങ്ങളിത് പോറ്റി വളർത്തുന്നു. നിങ്ങൾ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തുന്നു. നിങ്ങൾ ശിവസേനയെ തള്ളി പറയില്ല. നിങ്ങൾ കീർത്തി ആസാദിനെതിരെ എടുത്ത ശക്തമായ നിലപാടിന് പ്രാഞ്ചിക്കെതിരെ എടുക്കില്ല. നിങ്ങൾ ആദിത്യനാഥിനെതിരെ എടുക്കില്ല, VK സിംഗിനെതിരെ എടുക്കില്ല. നിങ്ങൾ ശിവസേനയ്ക്കെതിരെയും നിങ്ങൾ ഒരു ചെറു ചലനം പോലും ഉണ്ടാക്കില്ല. വേറൊരു വിഷയത്തിലാണ്, ഈ വിഷയത്തിൽ കീർത്തി ആസാദ് ഉയർത്തിയ വിഷയത്തിൽ ശിവസേന വേറൊരു നിലപാടെടുത്ത നിങ്ങൾ വ്യത്യസ്ത അഭിപ്രായം പറയുമല്ലോ. തീർച്ചയായും പത്മകുമാറിലേക്ക് ഇത് നിങ്ങൾക്ക് പറയാൻ പ്രയാസകരമായ പല കാര്യവും. ഒരുപക്ഷേ മറുപടി ഞാൻ തീർച്ചയായും താങ്കൾക്ക് സമയം തരാം. കാരണം ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പ്രതിപാദിച്ചതുകൊണ്ട്. ഫക്രുദ്ദീൻ ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ന്യൂനപക്ഷ വേട്ടയാടലിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ആണോ ഇത്? കാരണം ഷാരൂഖ് ഖാനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് പോലും അവസ്ഥ ഏറ്റവും ഒടുവിൽ അവിടെ ചെറിയൊരു തിരുത്തൽ എന്തായാലും പത്മകുമാർ തുടക്കം മുതൽ നൽകി തെറ്റ് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അദ്ദേഹത്തിന് ഇങ്ങനെയൊന്ന് പറയേണ്ടി വന്നു. ആമീർ ഖാൻ്റെ കാര്യം എടുക്കുക, സൽമാൻ ഖാൻ്റെ കാര്യങ്ങളടക്കം എടുക്കുക, ഇങ്ങനെ മറുചേരിയിൽ നിന്നുള്ള വലിയൊരു വേട്ടയാടൽ ഏറ്റവും ഒടുവിൽ ഇവർക്കൊക്കെ തന്നെ അടിയറവ് പറയേണ്ടി വരുന്നു. മറുവശത്ത് പരിവാറിട്ട ആ സീമയിലേക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വലിയ ഗുരുതരമല്ലേ കാര്യങ്ങൾ? തീർച്ചയായും ഗുരുതരമാണ്. അത് പപ്പഞ്ചേട്ടൻ പറഞ്ഞ പോലെ തെറ്റിദ്ധരുത്തിയൊന്നല്ല. അപ്പം ഞാൻ റഹീം പറഞ്ഞോട് ഒന്നും കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഇൻ്റർനാഷണൽ ഏജൻസിയാണ് മൂഡി. അവർ നൽകുന്ന ക്രെഡിറ്റ് റേറ്റിങ്ങിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇൻ്റർനാഷണൽ ഏജൻസീസ് വായ്പ തരുന്നത്, അറിയാമല്ലോ. അപ്പോൾ അവർ ഒരു വർഷം കഴിഞ്ഞ് നടത്തിയൊരു അവലോകനത്തിൽ ഇന്ത്യയിൽ അസഹിഷ്ണുതയുടെ പ്രശ്നമുണ്ട്, സഭയുടെ സാമ്പത്തിക വളർച്ചയുടെ അത് ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കൃത്യമായ റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമുള്ള കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ശിവസേനയാണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും CPM ആണെങ്കിലും നമ്മളത് അഡ്രസ്സ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ എന്താണ് ഷാരൂഖ് ഖാൻ ആണെങ്കിലും അമീർ ഖാൻ ആണെങ്കിലും പറഞ്ഞത്, അവർ റിയാലിറ്റി പറഞ്ഞത് എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇത്രമാത്രം കലാപങ്ങൾ, അത് ബീഫുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പം കലാപങ്ങളൊക്കെ ചെറിയ തോതിൽ എല്ലാവരും ഭരിച്ച സമയത്തുണ്ട്, എണ്ണങ്ങൾ ഏതാണ്ടൊക്കെ തുല്യമായിരിക്കും. പക്ഷേ ഇത്ര ഭീകരമായ രീതിയിൽ ഒരാൾ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളെ തല്ലിക്കൊല്ലുക, അതുപോലെ ആ നാട്ടിൽ പോലും അതിനെതിരെ വികാരം ഇല്ലാതിരിക്കുക. അവിടെ പോയി പത്രപ്രവർത്തകർ നാട്ടുകാർ ചോദിക്കുന്നത് പശുവിനെ കൊല്ലുന്ന പറ്റി നിങ്ങളെന്താ ഒന്നും പറയാത്ത, ഒരാളെ തല്ലിക്കൊന്നാണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. ആ രീതിയിൽ മനസ്ഥിതി വളർത്തിയെടുക്കുക. ആ പ്രദേശങ്ങൾ ഉടനീളം എത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉള്ളതാണ് പ്രധാനം. പിന്നെ അത് മാത്രമല്ല, ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഈ UP ഇലക്ഷന് ഒരു വർഷം ജസ്റ്റ് മാത്രം ഉള്ള സമയത്ത് രണ്ടാമത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുക. BJP ഇതിന് നേരിട്ട് ബന്ധമില്ലേ? പക്ഷേ ശ്രീ ഫക്രുദ്ദീൻ, ഈ പറയുന്ന ഈ രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ അത് ഫലവത്താവുകയും ചെയ്യുന്നു. BJP മുന്നോട്ട് അല്ലല്ല, അങ്ങനല്ല. ഫലവത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസിന്റെ ഈ ഒരു അഴിമതിയെ കണ്ട് ജനം മനം അടുത്തിട്ട് മോഡിയെ പ്രതീക്ഷയോട് വോട്ട് ചെയ്ത സമയത്ത് ഇപ്പൊ അടുത്ത് നടന്ന 2 ഇലക്ഷൻ, അത് ഡൽഹിയാണെങ്കിലും ബീഹാറാണ്, അത് ഫലവത്താവുന്നില്ല നമ്മൾ മനസ്സിലാവും. മാത്രമല്ല അഭിഷേകിന് എനിക്ക് ഇഷ്ടമല്ലെങ്കിലും അവിടെ വിലാസങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പൊതുവെ ഞാനിടയ്ക്ക് UP പോയിരുന്നു. അപ്പോൾ അവിടെ പോയ ആളുകൾക്ക് അത്രമാത്രം നെഗറ്റീവ് അഭിപ്രായം അവനെതിരെ ഇല്ലതാനും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പം അയോധ്യ ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് BJP അങ്ങനെ ശക്തമായ ഒരു അഭിപ്രായം പറഞ്ഞില്ല. പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നു. അപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നത് നമ്മൾ BJPയുടെ അഭിപ്രായമായി പറയുന്നത് എന്താ വെച്ചാൽ ഇത് രണ്ടും സംഘമായിട്ട് അഫിലിയേറ്റഡ് ആണ്. ഇവിടെ വന്നൊരു ചെറിയ പ്രശ്നം ഇപ്പോൾ ശ്രീ ഫക്രുദ്ദീനും അത് പറഞ്ഞു, ഇപ്പോൾ പ്രജീഷും ആവർത്തിച്ചു. ഇപ്പോൾ ഇത് മുസ്ലിം എന്നത് മാത്രമല്ല, ആ അസഹിഷ്ണുത മാത്രമല്ല. ഇപ്പോൾ രജനീകാന്തിനോട് ഇവർ വിപ്പ് കൊടുത്തു, പോട്ടെ. പെരുമാൾ മുരുകൻ ഏറ്റവും വലിയ രക്തസാക്ഷിയല്ലേ പെരുമാൾ മുരുകൻ? മിണ്ടിയിട്ടില്ലല്ലോ മനുഷ്യൻ, ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. ഇവിടെ ഗോവിന്ദ് പൻസാരെ 70 വയസ്സ് പിന്നിട്ട മനുഷ്യനാണ് കൊന്നത്. 70 വയസ്സ് വൈദ്യശാസ്ത്രം അനുവദിച്ച അദ്ദേഹത്തിന്റെ ഒരു ഉണ്ടല്ലോ പുരുഷായുസ്, അതാണ് അതും കടന്നുപോയ മനുഷ്യനെ കൊന്നത്. ഞാൻ പറയട്ടെ, എം എം കൽബുർഗി, നരേന്ദ്ര ദാബോൾക്കർ. ഈ വികാരം ഒറീസയില് 92 വയസ്സായ ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊന്നപ്പോ വരാത്തത് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്നില്ല? ഞാൻ പറയട്ടെ, അപ്പൊ നിങ്ങൾക്ക് വരില്ല. പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഇദ്ദേഹം നേരത്തെ ഒരു കാര്യം പറഞ്ഞു,
രണ്ടുപേരും കൂടെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് 2 മിനിറ്റ് സമയം തരണം. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, കീർത്തി ആസാദിൻ്റെത് നടപടി, പാർട്ടിക്കെതിരായ ഒരു പബ്ലിക്കിന് പാർട്ടിയെ ദോഷകരമാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച നടപടിയെടുക്കും. അതുകൊണ്ടാണല്ലോ അച്യുതാനന്ദൻ PBക്ക് കൊടുത്ത കത്ത് പുറത്തു വന്നത്. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞോട്ടെ, പുറത്തു വന്നതിന്റെ ദിവസം അച്യുതാനന്ദനെ, ഇത്രയും വന്ധ്യവയോധികനായ അച്യുതാനന്ദനെ PB എന്ന് മാറ്റിയെന്തിനാ? ഉന്നയിക്കപ്പെട്ട കാതലായ വിഷയങ്ങൾ അല്ല, ഒരുപക്ഷെ താങ്കൾ ശ്രീ പത്മകുമാർ ഉന്നയിക്കുന്നത് മറു ആരോപണങ്ങളാണ്. എന്തുകൊണ്ട് ഇതിന്റെ പ്രശ്നം, കാതലായ പ്രശ്നം എന്താണ് സൊല്യൂഷൻ, അതിലേക്ക് വന്ന ഒരു ചർച്ചയിലേക്ക് വന്നു. ഞാൻ കാര്യത്തിലേക്ക് വരാം. പെരുമാൾ മുരുകന്റെ കാര്യം ഞങ്ങൾ ആരെങ്കിലും എതിർത്തോ? പിന്നെ ഇദ്ദേഹം ഇപ്പോഴും പഴയ ദാദ്രി കൊലപാതകത്തെ കുറിച്ച് എന്താ അഖിലേഷ് യാദവ് കൊടുത്ത റിപ്പോർട്ട്, കേന്ദ്രത്തിൽ കൊടുത്ത റിപ്പോർട്ട് എന്താ കോടതിയിൽ കൊടുത്തത്? നിങ്ങൾ ഹരിയാനയിൽ എന്താണ് ഫോറൻസിക് റിപ്പോർട്ട്? എല്ലാം നല്ല കാര്യം. ഇവരിപ്പോഴും നോട്ടീസ് ഒട്ടി പോസ്റ്റ് ഒട്ടിക്കുന്നുണ്ട്. കേരളത്തിൽ ഇവരെ മൂക്കിന് താഴെ 2 ഹരിജൻ പെൺകുട്ടികളെ 2 ദിവസം കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തു. ആരെങ്കിലും ചർച്ച ചെയ്തോ? എവിടെയെങ്കിലും പ്രതിഷേധം നടത്തിയോ? ആരെങ്കിലും അസഹിഷ്ണുത ഉണ്ടെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇവർക്കെല്ലാം ഒരാൾ വേണം എതിർക്കാൻ, അത് BJP സംഘപരിവാർ, അവസാനം വേണമെങ്കിൽ ശിവസേന. ഇത് വേണം. അത് യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടുക. ഞാൻ വസ്തുതാപരമായ ഞാൻ ഒരു ചോദ്യം കൂടി, കാരണം നമ്മുടെ ചർച്ചയുടെ കാതലായ ഒരു വിഷയത്തിൽ എന്തായാലും നാളെ ഗുലാം അലി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വലിയ പ്രക്ഷോഭം അഴിച്ചുവിട്ടാൽ വ്യക്തമായ ഒരു നിലപാട് BJP ഘടകം, ഒരുപക്ഷെ ഇവിടെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്, ഇവിടെ നിന്നുള്ള വ്യക്തമായ ഒരു നിലപാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുമ്മനം രാജശേഖരൻ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? അല്ല, കുമ്മനം രാജശേഖരന്റെ ഇദ്ദേഹം പറഞ്ഞ പുതിയ മുഖമൊന്നും വേണ്ട. ഇവര് പുതിയ മുഖം കൊടുക്കാൻ ശ്രമിക്കുക. ഈ കുമ്മനം രാജശേഖരൻ നേരത്തെ ഉള്ള മുഖം തന്നെ ഇനി എത്ര കാലം കഴിഞ്ഞാലും ആ മുഖം തന്നെ, ആ മുഖം തന്നെയാണ്. ഈ പീപ്പിൾ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് താങ്കൾ നയം വ്യക്തമാക്കിയാൽ എന്തായാലും വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് എന്തായാലും അവസാനിപ്പിക്കും. ഞാൻ ഇതുകൂടെ പറഞ്ഞോട്ടെ, കുമ്മനം രാജശേഖരന്റെ ഈ മുഖമുള്ള സമയത്ത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ആറന്മുളയിൽ ഒരുമിച്ചിരുന്ന് സമരം ചെയ്തത്. അങ്ങനെയൊന്നും ഒന്നും മാറ്റണ്ട. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് അദ്ദേഹത്തിന് ഈ ഈ നടത്തുന്നതിന് എതിരല്ല, അദ്ദേഹം പാടുന്നതിന് എതിരല്ല. അദ്ദേഹത്തിന് അക്രമം ഉണ്ടാകണം, നടപടിയെടുക്കണം സംസ്ഥാന ഗവൺമെന്റാണ്. ഞാൻ ചോദിച്ചത് ഇവരുടെ നിലപാട്, ശിവസേനയുടെ നിലപാടിനോട് ഒരുപക്ഷെ ആ ഒരു ഉയർത്തുന്ന കടുത്ത പ്രതിഷേധത്തിലുള്ള നിലപാട്. അല്ല, അത് ഞങ്ങൾ പറഞ്ഞില്ല. അദ്ദേഹം പാടണം, ഞങ്ങളെതിരല്ല. ശിവസേനയ്ക്ക് എന്താ നിലപാട് കൊടുക്കണം? ശ്രീ ഹരികുമാർ, എന്തായാലും വരാൻ പോകുന്നു, വീണ്ടും ആവർത്തിക്കപ്പെടണം. ഏത് രീതിയിലായിരിക്കും നിങ്ങൾ രൂപം നൽകാൻ പോകുന്ന പ്രതിഷേധം? നാളെ അദ്ദേഹം ഇവിടെ എത്തുന്നു, എയർപോർട്ടിൽ അദ്ദേഹം എത്തുന്നുണ്ട്. മറ്റന്നാൾ തിരുവനന്തപുരത്ത് പരിപാടി, കോഴിക്കോട് പരിപാടി, ഇവിടെയൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധം നടത്താനുള്ള അംഗബലവും സംഘബലവും ഒക്കെ തന്നെ ശിവസേനയ്ക്കുണ്ടോ? ഇപ്പോൾ ശിവസേന ഈ കേരളത്തിൽ തന്നെ ഏകദേശം 200ഓളം കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. അപ്പോൾ ഞങ്ങൾ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധ പരിപാടി ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഇന്ന് തന്നെ രാഷ്ട്രരക്ഷാ പ്രബോധന യാത്ര തിരുവനന്തപുരത്ത് നടത്തി, തിരുവനന്തപുരം നഗരത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ പറയുന്ന ഇരട്ടത്താപ്പ്, ഇപ്പോൾ ഞാൻ പറയുന്നു, ഈ പറയുന്ന സൽമാൻ ഖാൻ ആയിരുന്നാലും അമീർ ഖാൻ ആയിരുന്നാലും അസഹിഷ്ണുതയും, കമലഹാസന്റെ വിഷ്ണുരൂപം വരുമ്പോൾ അത് സഹിഷ്ണുതയുമായി മാറുന്നു. കമലഹാസന്റെ വിഷ്ണുരൂപത്തിൽ ഇത് പറയുന്ന ഒരു അസഹിഷ്ണുതയുണ്ടാകുന്ന ഒരു ഭാഗമുണ്ടെന്ന് പറയുമ്പോൾ അത് വെട്ടിമുറിച്ച സുധീർ കുൽക്കർണിക്കോ അല്ലെങ്കിൽ കരിയോയിൽ പ്രയോഗമായിരിക്കുമോ? ഇവിടെ എന്തായിരിക്കും നിങ്ങളുടെ പദ്ധതി? ഞാൻ ഒറ്റ പറയട്ടെ, ഇത് അഭിമാന പ്രശ്നമായിട്ടാണ് എന്തായാലും ശിവസേന ഏറ്റെടുത്തിരിക്കുന്നത്, ബോധ്യമുണ്ടല്ലോ, താങ്കൾ തള്ളില്ലല്ലോ. ആ ഒരു അർത്ഥത്തിൽ ഇന്ത്യ അറിഞ്ഞുള്ള ഒരു പ്രതിഷേധമായിരിക്കുമല്ലോ നിങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നത്. എന്തായിരിക്കും നിങ്ങൾ വേദികളിലേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനം? അപ്പോ ഇതിനെ പോലീസിനെയും CPM-നെയും കൊണ്ട് നേരിടുവാനാണ് ഇത് ശ്രമിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ മുഖം ഞങ്ങൾ തുറന്നു കാട്ടും. ഇത് അസഹിഷ്ണുതയെന്ന പേരിൽ ഇവിടുത്തെ ധീര രക്തസാക്ഷികളെ മറന്നുകൊണ്ട്, അവരുടെ കുടുംബങ്ങളെ മറന്നുകൊണ്ട്, ഈ പറയുന്ന നിരഞ്ജൻ കുമാറോ നാളെയോ ആരെങ്കിലും ഒക്കെ മരിക്കട്ടെ, ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല, ഇവിടെ എന്ത് സംഭവിച്ചു കൊള്ളട്ടെ, ഞങ്ങൾ ആരെയും വിളിച്ച് ആഘോഷിക്കുമെന്ന് പറയുന്ന ആ ഇരട്ടത്താപ്പിനെതിരായിട്ടാണ് ശിവസേനയുടെ പ്രതിഷേധം. അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. അതായത് വ്യക്തമായ അംഗബലവും ഒരുപക്ഷെ ഇക്കാര്യത്തിൽ വലിയ നിങ്ങൾ ഇന്ന് നടത്തിയ അല്ലെങ്കിൽ ബോധവൽക്കരണത്തിലൂടെ ഇങ്ങനെ ഒരു ആശയത്തിന് ഒരു അംഗീകാരം ലഭിക്കുന്നു. തീർച്ചയായിട്ടും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതായത് പൊതുസമൂഹത്തിന്റെ. അതെ, ഞങ്ങൾ നേരത്തെ ഇവിടെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ അത് പത്താൻകോട്ട് കൊണ്ട് അത് യാഥാർത്ഥ്യമായി. റഹീം, ഒരു കാര്യം, കാരണം എന്തായാലും നമ്മുടെ വിഷയം ഇതാണ്, കാതൽ നാളത്തെ സമകാലിക വിഷയവും ഇതാണ്.
ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും പരിപാടി സംഘടിപ്പിക്കുന്നതിന് നിങ്ങൾ തന്നെയാണ് മുൻകൈ എടുക്കുന്നതും ആ രീതിയിലുള്ള നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ സംഘാടന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതും, അല്ലെങ്കിൽ ആ ഒരു പിന്തുണ എന്തായാലും ഒരു രാഷ്ട്രീയമായ ഈ പറയുന്ന സഹിഷ്ണുതയുടെ രാഷ്ട്രീയം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം രൂപപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു പക്ഷേ നിലപാട്? കടുത്ത ഒരു നിലപാടിലേക്ക് അടക്കം പോകേണ്ട ഒരു ഇതിനകത്ത് അത്ര കണ്ടത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തെ സംബന്ധിച്ച് ശിവസേന ആദ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് മരാമൻ കൺവെൻഷനിൽ വിദേശ പാതിരിമാർ വരുന്നുണ്ട്, അതുകൊണ്ട് കൺവെൻഷൻ തടയുമെന്ന് പ്രഖ്യാപിച്ചത് ബാൽ താക്കറെ ജീവിച്ചിരുന്ന കാലത്താണ്. ഇവിടെ പാതിരിമാർ വരികയും ചെയ്തു, അവർ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു, പോവുകയും ചെയ്തു. അന്ന് ശക്തമായ നിലപാട് ഇതുപോലെ അന്ന് DYFI സ്വീകരിച്ചിരുന്നു. അന്ന് കേരളം ഭരിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ് കൂടിയായിരുന്നു, ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് കാലം തെളിയിച്ചു? ഒരു അനാശാസ്യ കൂട്ടുകെട്ടാണെന്ന് തെളിഞ്ഞില്ലേ? മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നില്ലേ? നിങ്ങളന്ന് തുറന്ന് പിന്തുണച്ചില്ലേ? പൊതുനിരത്തിൽ രണ്ടുപേർ കെട്ടിപ്പിടിച്ച് പുണരുവാൻ വേണ്ടി നിങ്ങൾ കൂട്ടുനിന്നില്ലേ? ശിവസേന എന്ന സാംസ്കാരിക മൂല്യത്തിന്റെ പേരിൽ അതെടുത്തു. അല്ല, താങ്കൾ കഴിഞ്ഞല്ലോ. ഇല്ല, കഴിഞ്ഞില്ല. അല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല. ശിവസേനയുടെ പ്രതിഷേധം ശിവസേന ചെയ്യും. CPM ഈ പറയുന്ന അസഹിഷ്ണുതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ എന്തിനാണ് പാകിസ്ഥാനിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നത്? എന്തിനാണ് പാകിസ്ഥാനിൽ നിന്ന്? ഞാൻ പറയുന്നത് ഇന്ത്യയിൽ കലാകാരന്മാരില്ലേ, ഇന്ത്യയിൽ ഗസൽ ഗായകരില്ലേ, അവരെ കൊണ്ടുവന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാതെ ഇവിടെ രക്തസാക്ഷികളെ നിരന്തരം സൃഷ്ടിക്കുമ്പോൾ ധീരജവാന്മാർ അറിയുമോ? ശ്രീ ഹരികുമാറിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ആകെ പ്രതിഷേധം കാണിക്കാൻ പറ്റുന്ന ഇതിനകത്തിരുന്നിട്ടാണ്. അല്ലാതെ കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ വികാരം മുഴുവൻ അദ്ദേഹം പറഞ്ഞു തരട്ടെ. ഞാൻ വിചാരിച്ചേ ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരളത്തിന്റെ ഒരു സാംസ്കാരിക മനസ്സുണ്ട്. അത് ആ സാംസ്കാരിക മനസ്സിന്റെ പ്രത്യേകത കേരളത്തിൽ ഇത്ര അസഹിഷ്ണുത കാണിക്കായിരിക്കും താങ്കൾ, ശ്രീ ഹരികുമാർ? ശ്രീ JR പത്മകുമാറിന്റെ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാനാകാത്തത്? അത് RSSന്റെ കൃത്യമായ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും കൃത്യമായി തിരിച്ചറിയാൻ കേരളത്തിന്റെ പ്രബുദ്ധമായ മനസ്സിന് സാധിച്ചുവെന്നാണ്. ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന്, രാജ്യത്തിന് പുറത്തു നിന്ന് ഒക്കെ കലാകാരന്മാർ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. കോഴിക്കോടിന്റെ ചരിത്രം അതാണ്. പ്രത്യേകിച്ചും എത്രയോ ഗായകന്മാർ വന്ന് പാടിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അതിന്റെ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഈ ഇന്ത്യയിലെ എത്രയോ കളിക്കാർ പാകിസ്ഥാനിലേക്ക് പോകുന്നു. ഇന്ത്യയിലെ എത്രയോ കലാകാരന്മാർ പാകിസ്ഥാനിൽ നല്ല സ്വാധീനം, അവരുടെ ഭരണ നേതൃത്വത്തിൽ പോലും വളരെ സ്വാധീനമുള്ള, സ്വാതന്ത്ര്യമുള്ള എത്രയോ സൗഹൃദങ്ങളുണ്ട്. എന്തിനേറെ നിങ്ങളുടെ മോഡി ഒന്ന് ബർത്ത്ഡേ വിഷസ് കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ വരൂ എന്ന് വിളിച്ചു. ആ സൗഹൃദത്തിലേക്ക് പോയപ്പോഴും CPM എതിർത്തില്ലല്ലോ. താങ്കൾ എതിർത്തോട്ടെ, ഞങ്ങൾ എതിർത്തില്ല. CPM അത് ഇന്ത്യ പാക് ബന്ധത്തെ ഊഷ്മളമാക്കാൻ ഉപകരിക്കുമെങ്കിൽ അതായിക്കോളൂ എന്ന അഭിപ്രായം പറഞ്ഞു. ഞാൻ നയപരമായ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു തലത്തിൽ നിന്നുള്ള ചർച്ച, എന്തായാലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാളെ വന്നോ മറ്റന്നാൾ വന്നോ പാടുന്നു, നാളെയും അല്ലെങ്കിൽ അടുത്ത ദിവസവും ഇതിലൂടെ ഒരു മെസ്സേജ് എന്തായാലും ഇന്നത്തെ സാഹചര്യം സമകാലീന സാഹചര്യവുമായി ചേർത്ത് വെച്ചാൽ എന്തായിരിക്കും ഇതിൻ്റെ ചെറിയ അർത്ഥത്തിലെങ്കിലും ഇതിൻ്റെ അനുരണനം ഒരു മെസ്സേജ് നൽകാൻ കഴിയുമോ? ഇതിൻ്റെ മെസ്സേജ് നൽകാൻ പറ്റും. കാരണം കേരളം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പാരീസിനെ പണ്ടൊക്കെ പറഞ്ഞതുപോലെ പ്രബുദ്ധത അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണലായിട്ടുള്ള സംഘടനകൾ ഇവിടെ പലപ്പോഴും പരാജയപ്പെട്ടതും അക്കൗണ്ട് തുറക്കാൻ പറ്റാത്തതും എല്ലാം തന്നെ. ഇപ്പോൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു കമ്മ്യൂണൽ പാർട്ടി ഇന്ന് ഒരു സെൻറ്റർ റൈറ്റ് പാർട്ടിയെ നിൽക്കുമ്പോഴാണ് അവർക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റിയത്. മനസ്സിലായല്ലോ? ആ കമ്മ്യൂണൽ സ്ഥാനത്തിന് ആണെങ്കിൽ ഇന്ന് നിൽക്കാൻ പറ്റില്ല കേരളത്തിൽ. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രബുദ്ധത കേരളം ആർജിച്ചിട്ടുണ്ട്. മദിനിയെ അതുപോലെ തന്നെ കേരളം തോൽപ്പിച്ചു. മദിനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത സമയത്ത് അസോസിയേറ്റ് ചെയ്ത ആളുകൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ പ്രബുദ്ധത. പിന്നെ രണ്ട്, ഹരിച്ചേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്കൊരു യോജിപ്പുള്ളതെന്ന് വെച്ചാൽ, ഹരിച്ചേട്ടൻ പറഞ്ഞു ഇവിടെ സമാധാനപരമായിട്ടായിരിക്കും, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് സമാധാനപരമായിട്ടാണ് സമരം ചെയ്യുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരിക്കലും അക്രമത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകരുത്, സമാധാനത്തിൻ്റെ ഭാഗത്തിൽ പോകണം. ഇത് മൂപ്പര് ബോംബെ പറയില്ല, കേരളത്തിൽ പറയുന്നത് കേരളത്തിൻ്റെ ഒരു സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ സംസ്കാരം ഇന്ത്യ മൊത്തം വ്യാപിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പപ്പൻചേട്ടൻ പറഞ്ഞൊരു കാര്യം, പപ്പൻചേട്ടൻ പറഞ്ഞത് ശരിയാണ്, ദാദ്രി കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് FIR ഈ പറഞ്ഞിട്ടില്ല. എന്താണ് ഈ പറഞ്ഞ ആൾക്കൂട്ടം ഗോമാംസം ഭക്ഷിച്ചു എന്ന് പറഞ്ഞാണ്. അല്ല ഞാൻ പറഞ്ഞോട്ടെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ
അവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അവിടെ കോൺഗ്രസ്സുകാരനാണെങ്കിലും ഈ പറഞ്ഞിട്ട് മുലായം സിംഗ് ആണെങ്കിലും ഇവർക്കെല്ലാം തന്നെ ഈ ഹിന്ദുത്വ ഫോഴ്സിനെ പേടിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണൽ വോട്ടുകളുടെ വർഗീയ വോട്ടുകൾ കൺസോൾട്ടേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് കൊടുക്കാതിരിക്കുക. പക്ഷേ അവിടെ ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ട് എടുത്ത് എല്ലാ മാധ്യമപ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്. ശ്രീ പത്മകുമാർ, താങ്കളുടെ പാർട്ടി, താങ്കളടക്കം ഒരുപക്ഷെ ഇത് ഈ പറയുന്ന ചർച്ചകളെ പോലും ഉള്ളിൽ ഒരു ചിരിയോടുകൂടിയായിരിക്കും. കാരണം വ്യക്തമായി ശിവസേനയെ ഉപയോഗിക്കുന്നു. കാരണം അവിടെ വിസ ഞാൻ പറയട്ടെ കാരണം വിസ നിഷേധിച്ചിട്ടില്ല. സൗകര്യമായി എത്തട്ടെ. എത്തിയതിനു ശേഷം ശിവസേനയെ ഉപയോഗിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുക. വളരെ തന്ത്രപരമായ ഒരു നിലപാട്. അങ്ങനെയല്ലല്ലോ, ഞാൻ ചിരിച്ചത് അതുകൊണ്ടല്ല. റഹീം പറഞ്ഞൊരു കാര്യത്തിലാണ് BJP കേരളത്തിൽ തകർന്നു അക്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി അയച്ച ഒരു കത്തുണ്ട്. പാർട്ടി കത്തൊന്ന് വായിച്ചാൽ മതി. എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ പാർട്ടിയുടെ എന്നുള്ളത് വളരെ സത്യസന്ധമായി മാർക്സിസ്റ്റ് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചാൽ അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞാലും മതി. അപ്പോൾ ഇതിനെ താങ്കൾ ചോദിച്ചത് ഈ എന്തായാലും വിസ നിഷേധിക്കുന്നില്ല, ഇവിടേക്ക് എത്തി പ്രതിഷേധം ശിവസേനയിലൂടെ അറിയിക്കുക. അല്ല അതല്ലല്ലോ, അത് നിങ്ങൾ അറിയില്ല. ഇപ്പോൾ മോഡി പാകിസ്ഥാനിൽ പോയി ശിവസേന എതിർത്തല്ലോ. അത് ഞങ്ങൾ പറഞ്ഞിട്ടാ ബീഫുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ ഒരു ജൈനമതത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് വെജിറ്റേറിയനെ ഒന്ന് പറഞ്ഞു ഒരു 2 ദിവസം നേരത്തെ ഉണ്ട്, അത് 4 ആക്കണമെന്നൊരു ആവശ്യം വന്നപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തപ്പോൾ അന്ന് ശിവസേന നിലപാടെന്താ? അപ്പോൾ ഇതൊന്നും ഞങ്ങളുടെ ഒരു സംഘടനയുടെ BJPയുടെ ഒരു ചിറകിന് അടിയിൽ ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണെന്ന് ഞങ്ങൾ ഒരിക്കലും നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം. ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചു പോയത് അതാ. കാരണം ഈ അന്നത്തെ ആ ജൈൻ ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മാംസാഹാരം നിരോധിച്ചതിനെ നമ്മളൊക്കെ അതിനെ പ്രതികരിക്കാൻ മനസ്സിലാക്കാം. ശിവസേന അത് ബീഫ് ഫെസ്റ്റിവൽ നടത്തി ആഘോഷിച്ച സമയത്തുണ്ട് ഞാൻ ചിരിച്ചു, ഭീകരമായി ചിരിച്ചു. അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ചിറകിൽ ഒതുങ്ങുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ അല്ല അവർ വരേണ്ടത്. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമായ പ്രവർത്തനമാണ്. ഞങ്ങളത് നിഷേധിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറയും. ശ്രീ വളരെ ചുരുക്കി. കാരണം ഞാൻ ചോദിക്കുന്നത് സുരക്ഷാ കവചം തീർക്കുന്നു CPM എന്നാണ് ഒരു പക്ഷേ ശിവസേന പറഞ്ഞത്. അവിടെ അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ? വളരെ ചുരുക്കി. ഒന്നുമില്ല. അതൊന്ന്. രണ്ടാമതൊരു കാര്യം ഒരു കാര്യമുള്ളൂ. ഇത് ഗവൺമെന്റ് ഫംഗ്ഷനിൽ കൂടി അദ്ദേഹം പങ്കെടുക്കുകയാണ്. ഗവൺമെന്റ് കൂടി ഗസ്റ്റാണ്. ഞങ്ങൾ ആരെങ്കിലും നിർത്തിട്ട് ഞങ്ങൾ പ്രത്യേക കൂടി സംവിധാനം അങ്ങനെയൊന്നുമില്ല. ഇത് കേരളത്തിൻ്റെ പൊതുമണ്ഡലം, കേരളത്തിൻ്റെ സാംസ്കാരിക മനസ്സ്. ഇതിൻ്റെ സംഘാടകർ തന്നെ പറഞ്ഞത് കേരളത്തിൽ നിന്ന്, കേരളത്തിൻ്റെ പുറത്തു നിന്ന്, വിവിധ കോണുകളിൽ നിന്ന് സംഗീതപ്രേമികൾ നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഒരിക്കൽ ഇദ്ദേഹത്തെ പോലൊരു ഗസൽ ഗായകൻ അടുത്ത് കാണാനോ അദ്ദേഹത്തിൻ്റെ സംഗീതം കേൾക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഗുലാം അലിയെ പോലൊരു ഗായകന്റെ പ്രസൻസിനെ ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ പ്രബുദ്ധമായ സാംസ്കാരിക മനസ്സ് ഏർപ്പെടുത്തുന്ന കവചമായിരിക്കും ഉണ്ടാവുക. ആ കവചത്തിന്റെ മുമ്പിൽ ആ കവചം ഇത് ഗുലാം അലി വരുമ്പോൾ മാത്രമല്ല, അത് കേരളത്തിന്റെ ഒരു നൈരന്തര്യ പ്രക്രിയയാണ്. ആ കവചത്തിന്റെ മുമ്പിൽ തന്നെയാണ് ശ്രീ പത്മകുമാർ താങ്കളുടെ പാർട്ടി ഗവൺമെന്റ് പൗരസ്വീകരണം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഈ പറഞ്ഞ നിരഞ്ജൻ കുമാറിന്റെ മരണം നടന്ന ഈ ദിവസം ദുഃഖം ആചരിക്കേണ്ട സമയത്ത് ഇത്തരമൊരു പരിപാടി സ്റ്റേറ്റ് ഗവൺമെന്റ് അത് നടത്തുന്നത് അതിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണമെന്നാണ്. ഗുലാം അലിയുടെ സന്ദർശനവും ഒപ്പം തന്നെ ഇന്ന് ഷാരൂഖ് ഖാൻ മുന്നോട്ട് വെച്ച അസഹിഷ്ണുത സംബന്ധിച്ച നിലപാടും ഈ 2 വിഷയങ്ങളാണ് ചർച്ച ചെയ്ത്. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ജി ഹരികുമാർ, ശിവസേന നേതാവ്, ഒപ്പം തന്നെ CPM നേതാവ് റഹീം, പത്മകുമാർ, JR പത്മകുമാർ, BJP സംസ്ഥാന സെക്രട്ടറി, സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി ചർച്ചയിൽ പങ്കെടുത്ത് നന്ദി അറിയിക്കുന്നു.